അടുത്തായിട്ട് നോക്കാം. 1 2 വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ എവിടെ പോയി കിടക്കായിരുന്നു? രാവിലെ റിഹേഴ്സലിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവന് പൊട്ടു പിടിച്ച ഇതെവിടെ നിൽക്കടേ വാക്മാൻ? ഇതെന്റെ കൊച്ചാപ്പ എന്നതാണ്. നിന്റെ കൊച്ചാപ്പല്ലടാ കഴിഞ്ഞ മാസം മരിച്ചത്. എടാ ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ ഇത് ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കൽ ഒരു പാവയെ താഴ്ത്തിന് അനുഭവിച്ചറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്. അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാര് നമ്മളെ പൊക്കാൻ വന്നത്. റൈറ്റ്, താങ്ക്സ്. സോറി സോറി. എന്താ എത്ര തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിമിക്രിയിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്ന ഞാൻ അവരുടെ. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. സാബു 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 എന്താടാ? കാഞ്ഞിരപ്പള്ളിയിൽ ബോംബ് വീണാ? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് സംഖ്യ ബോംബ് വീഴാൻ പോകുന്നു. സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. നീ ഇവിടെ തന്നെ നിൽക്കേ. ചായ മേടിച്ചാരാണ് മയ്യത്ത് വിളിച്ചതാ. പരിപ്പോടെ മേടിച്ചാരാണ്. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രോഗ്രാമൊക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളർക്കൊക്കെ എഴുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല. തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ, ഞാൻ സന്ധ്യക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ ഇവിടെ നിൽക്കേ. അച്ഛൻ വരികയാണെങ്കിൽ പറയണം. സന്ധ്യക്ക് ഫോൺ ചെയ്യണമെന്ന് പറയാം. സന്ധ്യക്ക് ഫോൺ ചെയ്യാതെ അല്ലെന്ന് പറയാം. അതല്ലടാ, അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. ഇവിടെ നിൽക്കേ. അയ്യോ, സന്ധ്യ എന്തായി പറയുന്നത്? ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ അറിഞ്ഞാലെന്താ? പരിപാടി ബുക്കിയെന്ന് അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണല്ലോ. സന്ധ്യക്ക് സന്ധ്യക്ക് ഒരു 6:30 മണിക്ക്. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. സോറി. ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. എന്തായി പറയുന്നത്? പെണ്ണാണച്ചോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്. ഹലോ സെക്രട്ടറി. സാബു അല്ല, ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കണേന്ന്? ഹലോ ഹലോ. കട്ട് ചെയ്തു. എന്തിനാടാ കട്ട് ചെയ്തത്? കട്ട് ചെയ്തതല്ലോ, ഡിസ്കണക്ഷൻ ആയതല്ലേ. അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നത്? ചിലപ്പോൾ അച്ഛനെ പേടിച്ചിട്ടായിരിക്കും. എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? എന്തിനാടാ ചിരിക്കുന്നത്? ഇക്കിളിയാണോ? അച്ഛന്റെ നമ്പർ കൊള്ളാം. അച്ഛനെ നമുക്ക് മിമിക്രി ചേർക്കാറാ. വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കൾ ഒന്നേ. ഓ, ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ. അല്ല, കർദിനാൾ മരിച്ചു കഴിയുമ്പോ മെത്രാന്റെ പടം വെക്കാൻ. അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം. ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ? മോനെ വന്നേ. എത്തിയല്ലോ ഹിപ്പോപ്പൊട്ടാമസ്. യവനെയൊക്കെ കാവൽ നിർത്താൻ പോയ നിന്നെ വേണം തല്ലാൻ. അത് ശരിയാണ്. എന്നാ തല്ലടാ. നീ അത് മറ്റടത്ത് നോക്കി നിന്നിരുന്നു. ആര് നോക്കിയെന്ന്? ഞാനല്ലേ നോക്കിയത്. ആ പെണ്ണാണ് എന്നെ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ നോക്കിയത്. അപ്പൊ ആ പെണ്ണ് എന്നെ നോക്കിയടാ. അപ്പോഴാണ് അച്ഛൻ എന്നെ നോക്കിയത്. സന്ധ്യയുടെ ഒരു
എടാ സന്ധ്യയുടെ ഒരു വിവരം അറിയാൻ പറ്റിയിട്ടില്ല. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കല്യാണം കലക്കി തന്നാ പോരെ. എങ്ങനെ? അതിനൊരു വഴിയുണ്ടടാ. പറ പറ പറ. കല്യാണത്തിന്റെ അന്ന് വെളുപ്പിനെ നമുക്ക് സന്ധ്യയുടെ കുളിമുറി കയറി ഒളിച്ചിരിക്കാം. എന്തിന്? കുളിക്കാനാ? എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ആലോചിക്കാം. കല്യാണത്തിന്റെ അന്നാക്കണ്ട, നീ ഇന്നേ ആ ബാത്റൂമിൽ പോയിരുന്ന് ആലോചിക്കും. അത് കറക്റ്റ്. കല്യാണം മുടക്കാൻ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. അതെന്റെ കയ്യിലും ഉണ്ട്. ഈ ജംഗ്ഷനിൽ വരാതെ ഒരു വണ്ടിക്കും സന്ധ്യയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എടാ ഇനി വല്ല കുറുക്കുവഴിയുടെ അങ്ങനെ ഒരു നടന്നു പോയാലോ? ഒന്ന് പോടേ, പെണ്ണ് കാണാൻ വരുന്നത് നടന്നാണോ വരുന്നത്? പിന്നെ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ അല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിയും. എടാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ഒരു സ്റ്റൈലുണ്ട്. കാനഡയിൽ എഞ്ചിനീയർ ആകുമ്പോ നല്ല വെളുത്ത് സുന്ദരനായി എന്നെ പോലെ ഇരിക്കും. അതുമല്ല കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ നല്ല റബ്ബർ പാലിന്റെ മണം ഉണ്ടാവും നിന്നെ പോലെ. ചവിട്ടീന്റെ കോട്ടയം രജിസ്ട്രേഷനാ, നിറച്ച ആൾക്കാരും ഉണ്ട്. ഇത് തന്നെ സംഭവം. പറഞ്ഞോ നീ ജീവിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അതങ്ങ് ജോണിക്കുട്ടി, ജോണിക്കുട്ടി ഇവനെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവർ തന്നെയല്ലേ? തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ 2 ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത്. എന്തൊരു പരീക്ഷയാണിത്. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി യവനുമായി ഘോര പ്രേമത്തിലാണ്. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേറെ വിവാഹം നടക്കുകയാണെങ്കിൽ യവൻ പിന്നെ ജീവിച്ചിരിക്കില്ല മുതലാളി. അയ്യോ കരയാതെ ജോണി, കരയാതെ ജോണി. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. മുതലാളി നല്ല ബുദ്ധിയുള്ള ആളാ. നമ്മളീ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ക്ഷേമോഷിയും മുതലാളിക്കുണ്ട്. അല്ലേ മുതലാളി? ഇപ്പൊ എങ്ങനെ തനിക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ. അയ്യോ അവര് വലിയ കുടുംബക്കാരാ. ഓരോടുന്ന് അവന്റെ ഒരു കുടുംബ മഹിമ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് നേരിൽ കാണാൻ പറ്റി. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാൽ മിണ്ടരുത്, വണ്ടി കയറ്. വളരെ സന്തോഷം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിനൊരു ആവശ്യം തന്നെ. മുതലാളിയെ പോലുള്ളവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. വരട്ടെ. പെട്രോൾ ഉണ്ടല്ലോ, വണ്ടി വീട്ടിൽ കയറാടാ. നേരെ റിവേഴ്സ് എടുത്ത് പോയാൽ മതി. നീ എന്തിനാ കരയുന്നു? എന്തിനാന്ന്? അവര് പോയത് എന്നെ കാണിച്ചു പോയതാണ്. ഒന്ന് ഫോൺ ചെയ്തു. 1 10 ചെയ് സാറേ. ഹലോ സന്ധ്യ, ഞാനാണ് സാബു. കാഞ്ഞിരപ്പള്ളിക്കാരുടെ കല്യാണം കലക്കിയിട്ട് എന്താ അവിടുത്തെ റിയാക്ഷൻ? കല്യാണം കളിക്കുന്നു? ആര്? സന്ധ്യയെ കാണാൻ അവര് വന്നപ്പോ നമ്മുടെ ഉണ്ണി നിസാമും കൂടെ വഴി തടഞ്ഞു നിർത്തി ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചയച്ചില്ലേ? സാബു എന്തായി പറയുന്നേ? അവരോട് വന്ന് എന്നെ കണ്ടിട്ട് പോയല്ലോ. വന്ന് കണ്ടിട്ട് പോയെന്നോ? എടാ നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരെ കലക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് സന്ധ്യ കണ്ടിട്ട് പോയെന്നാണല്ലോ പറയുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാർ കലങ്ങില്ലടേ. കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്? ഇതുവല്ല കാഞ്ഞിര വെച്ചതാരുമായിരിക്കും. കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്. സാബു എന്തൊക്കെയായി പറയുന്നേ? കല്യാണം ഉടനെ തന്നെ നടത്തണമെന്ന് തീരുമാനം എടുത്തിട്ട് അവര് പോയത്. സാബുവിന് എല്ലാം ഒരു തമാശയാ. ഇനി ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ആള് മാറിപ്പോയതായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം. ലൈൻ ക്ലിയർ ആയില്ലേ സാറേ? ലൈൻ ക്ലിയർ ആവാതെ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. മറ്റേ ലൈൻ അതൊന്ന് ക്ലിയർ ആക്കാനുള്ള പാടാണോ ഈ പറഞ്ഞത്? മറങ്ങട്ടെ, നീ കല്യാണം കിടക്കൂലേ? ആരാട്ടോ പോയത്? അതെന്റെ അമ്മായിയപ്പനാ. വിളിക്കോ അയാളെ? അയാളില്ലെന്ന്, സാബുവിനെ. അവനെന്ന് ഞാൻ കൊല്ലും. അച്ഛൻ എന്നെ കൊന്നാലും ശരി, സന്ധ്യ എനിക്ക് മറക്കാനാവില്ലച്ചോ. അതെന്താ? അത്രയ്ക്ക് ആത്മീയമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആത്മീയോ? അപ്പൊ ഭൗതികല്ലേ? എങ്കിൽ എന്റെ മോര് കാര്യം ചെയ്യ്, വേഗം നീ ഒരു അച്ഛനാവാൻ നോക്ക്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാന്നൊക്കെ പറയുന്നത് മോശമല്ലച്ചോ. അയ്യടാ, നിന്റെ ഒരു പൂതി സെമിനാരി പോയി ചേരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതാണല്ലേ ആത്മീയം? നീ എന്നെയാണോ ആത്മീയം പഠിപ്പിക്കാൻ പോകുന്നത്? 7 കൊല്ലം സെമിനാരിയിലെ ആത്മീയം പഠിച്ചിട്ട് ഈ അടുത്തുവരെ ആത്മീയം എന്റെ കൈ വിട്ടു പോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണോ നിനക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ആത്മീയം ഉണ്ടാവണത്? ഒരുത്തൻ ട്രൂപ്പിന്ന് പോയെന്ന് വെച്ച് പരിപാടി നടത്താതിരിക്കാൻ പറ്റുമോ? ഞായറാഴ്ച മണ്ണൂത്തിയുടെ പരിപാടി നിങ്ങൾ 5 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക. അല്ലച്ചോ, 6 പേര് ചേർന്ന് കാണിക്കുന്ന നമ്പറുകൾ 5 പേര് കാണിച്ചാൽ ശരിയാവില്ല. പോരാത്തതിന് ധാരാളം പുതിയ ട്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി ശരിയാവില്ലച്ചോ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം,
ജിമ്മിക്ക് പകരം ഞാൻ ഇറങ്ങി കളിക്കാം. എന്താ? ആ അത് മതി. അച്ഛനാവുമ്പോ നല്ല കോമഡിയും കിട്ടും. ഇല്ലേ? ഒന്ന് പോടാ. ഇക്കണക്കിന് പോയാ നീയൊക്കെ എന്നെ കളിപ്പിക്കാൻ മാത്രമല്ല കുളിപ്പിച്ചിവിടെ കിടത്തും. പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലല്ലേ നീ? ചെറിയ നേരത്തെ കൊണ്ടുപോയി കുഴിച്ചിട. അന്തികുദാശൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാ. മോനെ ഞാൻ കൊണ്ടുവന്നുള്ള ഓരോരുത്തരെ